പ്രേമ, ഈ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നമ്മുടെ ഭാരതത്തിനെതിരെ യുദ്ധഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധഭീഷണി ഇപ്പോൾ അത് കുറച്ച് ദിവസമായി. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ യുദ്ധ ഭീഷണിക്കെതിരെ ശക്തമെന്ന് വെച്ചാൽ ഒരു പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് കൊടുത്തത്. ഈ ഖ്വാജ ആസിഫ് പറഞ്ഞ കാര്യം അതായത് കുടിവെള്ളത്തിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത അത് രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ കരുതുന്നത്. അപ്പോൾ അതിന് ഇന്ത്യ വെല്ലുവിളി ഉയർത്തുന്നു. നമുക്കറിയാമല്ലോ, മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ആ ഒരു സമയം, അപ്പോൾ പാകിസ്ഥാനിൽ വലിയ കുടിവെള്ളക്ഷാമം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, ഞങ്ങളുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിന് ഉത്തരവാദി ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തൂ എന്നുള്ള ഭീഷണിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണ അത്തരം ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ അതിർത്തിയിലടക്കം ഒരു പ്രകോപനം അത്തരം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ വളരെ സംയമനത്തോടെ എന്നാൽ അർഹിക്കുന്ന നല്ല ഗൗരവത്തോടെയുള്ള മറുപടിയാണ് അതിന് കൊടുത്തേക്കുന്നത്. രൺധീർ ജയ്സ്വാൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രകോപന അല്ലെങ്കിൽ ആ ഒരു ഭീഷണിയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് സ്വന്തം വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സംഗതിയാണ്. പാകിസ്ഥാൻ, അതായത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു, വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും പാകിസ്ഥാൻ്റെ ഭരണപരമായ വീഴ്ചകളും അതിൽ നിന്ന് ചർച്ചകൾ വഴിതിരിച്ചു വിടാൻ, അതിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധ ഭീഷണികൾ നിരന്തരമായി മുഴക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടെ ഈ പാക് അധീന കശ്മീരിൽ ഇപ്പോൾ വലിയ സംഘർഷം നടക്കുന്നുണ്ട്. അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുകയാണ്. അതിന് പല പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താ പറയുക, വലിയ ലോക സമൂഹ മധ്യത്തിൽ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അധര വ്യായാമമായിട്ടാണ് ഇന്ത്യ അതിനെ വിശേഷിപ്പിക്കുന്നത്. കൂടാതെ വിദേശകാര്യ വക്താവ് പറയുന്നു, ഈ പാക് അധീന കാശ്മീരിൽ അവിടെ ജനങ്ങൾ അവിടുത്തെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തെരുവിലിറങ്ങാനായിട്ടുള്ള കാരണം സർക്കാർ നടത്തുന്ന സാമ്പത്തിക ചൂഷണം, അടിസ്ഥാന അവകാശങ്ങളുടെ നിഷേധം, പിന്നെ ഭരണകൂടം അടിച്ചമർത്തൽ, പിന്നെ പോലീസിനെ കയറൂരി വിട്ട് പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്താനായിട്ടുള്ള പരിപാടി, പിന്നെ അവശ്യ സാധനങ്ങളുടെ വിതരണം അവിടെ തടഞ്ഞു വച്ചിരിക്കുകയാണ്, പിന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അവിടെ കട്ട് ചെയ്തിരിക്കുന്നു, പിന്നെ നിരായുധരായിട്ടുള്ള സമരക്കാർക്ക് നേരെ പോലീസ് അടക്കമുള്ളവർ ആയുധം പ്രയോഗിക്കുന്നു. അവിടെ കുറേ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സംഘർഷത്തിൽ. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പാക് അധീന കശ്മീരിലെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെതിരെ നിലപാടെടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി പേരുടെ ജീവൻ അവിടെ നഷ്ടമായിട്ടുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടം അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പാകിസ്ഥാൻ ഭരണകൂടം സമാധാനം പറയേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് വിദേശകാര്യ മന്ത്രാലയം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന ഈ വിദ്വാൻ ഈ യുദ്ധാഹ്വാനം നടത്തുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. പലതവണ ഇതിനു മുമ്പും അദ്ദേഹം മാത്രമല്ല പലരും, അവിടുത്തെ സൈനിക മേധാവി അസീം മുനീർ, ബേനസീർ ഭൂട്ടോയുടെ മകൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ബിലാവൽ ഭൂട്ടോ, പിന്നെ ഈ പ്രതിരോധ മന്ത്രി, കൂടാതെ അവരുടെ ആഭ്യന്തര മന്ത്രി അടക്കമുള്ളവര് ഈ യുദ്ധഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഈ സിന്ധു നദിയുടെ പ്രശ്നത്തിന് ശേഷമാണ്? അല്ല, അതിനു മുമ്പും യുദ്ധം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ, ആ ഒരു പശ്ചാത്തലത്തിലും അതിനോടനുബന്ധിച്ച് തന്നെയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. അതിനുശേഷവും നിരവധി തവണ ആ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അല്പം സൗമ്യമായിട്ട് സംസാരിച്ചത് അവിടുത്തെ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് മാത്രമാണ്. കാരണം അദ്ദേഹം ഇതിന് ശേഷം നടന്ന ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുമായിട്ട് എല്ലാ വിഷയങ്ങളിലും ചർച്ചയാകാം എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. അതിപ്പോൾ ഈ സൈനിക നടപടി തൊട്ട് കശ്മീർ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ഉഭയകക്ഷി ചർച്ചയാകാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ
ഇന്ത്യ ആ നിർദ്ദേശം തള്ളിക്കളയുകയാണ് ചെയ്തത്. കാരണം ചർച്ച വേണമെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഒരുങ്ങണം. നിലവിൽ അതിന് പറ്റിയ അന്തരീക്ഷമല്ല. അങ്ങനെ ഒരു അന്തരീക്ഷം ഒരുങ്ങണമെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭീകരവാദത്തെ പൂർണ്ണമായും അമർച്ച ചെയ്യണം. അതിർത്തി കടന്നുള്ള ഭീകരവാദം അത് പൂർണ്ണമായി ഇല്ലാതാക്കണം. കാശ്മീരിലും അതായത് പാക്-അധീന കാശ്മീരിലും പാകിസ്ഥാനിലുമൊക്കെ നിരവധി ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അതെല്ലാം അടച്ചുപൂട്ടണം. അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. കൂടാതെ ഇന്ത്യ ആവശ്യപ്പെടുന്ന ചില ഭീകര നേതാക്കളുണ്ട്. ഇപ്പോൾ നമ്മുടെ മുംബൈ ഭീകരാക്രമണം അടക്കം, നമ്മുടെ ഇന്ത്യൻ വിമാനം തട്ടിക്കൊണ്ടുപോയ സംഗതി അടക്കം, പാർലമെന്റ് ഭീകരാക്രമണം അടക്കം, അതിൻ്റെയൊക്കെ മുഖ്യ ആസൂത്രകരെല്ലാം തന്നെ പാകിസ്ഥാനിൽ വലിയ ആത്മീയ നേതാക്കളായിട്ട് ഇപ്പോഴും കഴിയുന്നുണ്ട്. അവരെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അവർ പാകിസ്ഥാൻ നിരന്തരം അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവരിവിടെ ഇല്ല, ഞങ്ങൾ ആരെയും അങ്ങനെ സംരക്ഷിച്ചിട്ടില്ല. പക്ഷെ വാസ്തവം എന്തെന്നാൽ സൈനിക കാവലിലാണ് അവർ കഴിയുന്നത് എന്നുള്ളതാണ് തെളിവ് സഹിതം പുറത്തു വന്നിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഇവരെ ഇന്ത്യക്ക് വിട്ടുകിട്ടണം. അപ്പൊ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാതെ ഒരു ചർച്ചയ്ക്കും വഴിയില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് കാലങ്ങളായി. ഇതിന് പിന്നാലെയാണ്, അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മുമ്പും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 47-ലും 71-ലും ഒക്കെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും നമ്മൾ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് പോലെയുള്ള പരിപാടി ചെയ്തിട്ടില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതൊരു മാനുഷിക പ്രശ്നമാണ്. കാര്യം ഈ യുദ്ധം എന്ന് പറയുന്നത് നയതന്ത്ര തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണെങ്കിലും രണ്ടപ്പുറത്തും ഇപ്പുറത്തുള്ളത് മനുഷ്യരാണ്. ഈ വെള്ളം തടഞ്ഞു വെച്ചാൽ മനുഷ്യരാണ് അവിടെയും ദുരിതം അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയ്തില്ല. രണ്ട്, ഇത് അതായത് നമ്മുടെ കിഴക്ക് നിന്ന് പടിഞ്ഞോട്ട് ഒഴുകുന്ന നദിയാണ്. അപ്പോൾ അത് ഒരു പരിധിക്കപ്പുറം ഈ നദിയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുക പ്രായോഗികമല്ല. അപ്പോൾ അങ്ങനെ തടഞ്ഞു വെച്ചാൽ തന്നെ അതിന് പര്യാപ്തമായ കൂറ്റൻ നിർമ്മിതികൾ ആവശ്യമുണ്ട്, അതിന് ബദൽ പദ്ധതികൾ ആവശ്യമുണ്ട്. ഇപ്പോൾ മുൻകാലങ്ങളിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ. ആ വെള്ളം ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1961-ലാണ് ഈ സിന്ധു നദീജല കരാർ തയ്യാറാക്കപ്പെട്ടത്. അപ്പോൾ അന്നുള്ള ഒരു ഭൗതിക സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അന്നത്തെ അവസ്ഥ അനുസരിച്ചല്ല. ഇന്ത്യയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള രാജ്യം. 147 കോടി ജനങ്ങളുള്ളതാണ്. അപ്പോൾ അവർക്ക് ആനുപാതികമായി ഇവിടെ കൃഷി നടക്കണം, അവർക്ക് ആനുപാതികമായി ജലവൈദ്യുത പദ്ധതികൾ നടക്കണം, കുടിവെള്ള പദ്ധതികൾ നടക്കണം. അപ്പോൾ ഈ സിന്ധു നദീജല ആ കരാർ അടിസ്ഥാനമാക്കിയുള്ള വെള്ളം മാത്രം കിട്ടിയാൽ ഇന്ത്യക്കിപ്പോൾ പഴയ പോലെയുള്ള കാര്യങ്ങളല്ല നടക്കേണ്ടത്. അപ്പോൾ അതിന് ആനുപാതികമായി കരാർ പുനഃപരിശോധിക്കപ്പെടണം എന്നുള്ള ഒരു നിലപാട് ഇന്ത്യ പല വേദികളിൽ, അന്താരാഷ്ട്ര വേദികളിൽ പറഞ്ഞെങ്കിലും നേരിട്ട് പാകിസ്ഥാനിന് ഇക്കാര്യം രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് അവർ ഈ കാര്യം ഇതുവരെ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നതും അതിന് അനുബന്ധിച്ച് ഈ സിന്ധു നദീജല കരാർ പൂർണ്ണമായി റദ്ദാക്കിയിട്ടില്ല, മരവിപ്പിച്ച് വെച്ചേക്കുകയാണ്. എന്നാലും നമ്മൾ പെട്ടെന്ന് കരുതും ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും അങ്ങോട്ട് ഒഴുകുന്നില്ല എന്നുള്ള ആ ഒരു ധാരണയുണ്ടെങ്കിൽ അങ്ങനെയല്ല. മുമ്പ് പോയിക്കൊണ്ടിരുന്ന അതേ അളവിൽ ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. കാരണം ഈ പാകിസ്ഥാൻ ജനവിഭാഗത്തിൽ, അതായത് നടക്കുന്ന ഒരു 80% ഈ പറയുന്ന സിന്ധു നദീ തടത്തിൽ നടക്കുന്ന 80% കൃഷി ഈ വെള്ളത്തെ ആശ്രയിച്ച് മാത്രമാണ് നടക്കുന്നത്. ആ കൃഷിയുടെ ലഭ്യതയിൽ പല ഭാഗങ്ങളിലും ഇപ്പോൾ പറയുകയാണെങ്കിൽ പഞ്ചാബ്, സിന്ധ് ആ മേഖലകളിലൊക്കെ വലിയ വരൾച്ച അനുഭവപ്പെടുന്നു. അതിനോടൊപ്പം കാലാവസ്ഥയും പ്രതികൂലമാണ്. വലിയ ഉഷ്ണതരംഗം അവിടെ അനുഭവപ്പെടുന്നു. അപ്പോൾ ജലലഭ്യതയും കുറഞ്ഞു, കാലാവസ്ഥയും പ്രതികൂലമായതോടുകൂടി അവിടെ ജനങ്ങൾ വലിയ രീതിയിൽ സർക്കാരിനെതിരെ, അല്ലെങ്കിൽ അവിടെ പ്രാദേശിക ഭരണകൂടങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നു. ഈ വെള്ളം വീതം വെക്കുന്നതിന്റെ പേരിൽ പോലും വലിയ തമ്മിലടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വീണ്ടും നിരന്തരം യുദ്ധഭീഷണി മുഴക്കുന്നത്. പക്ഷേ ഈ യുദ്ധഭീഷണി മുഴക്കുന്ന സമയത്ത് ഇതിന് സമാധാനപരമായ നയതന്ത്ര തലത്തിൽ പരിഹാരമുണ്ടാകാനുള്ള സാധ്യത, അതിനുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ പാകിസ്ഥാൻ ഇപ്പോഴും തേടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യ കുറെ നിർദ്ദേശങ്ങൾ, കാര്യങ്ങൾ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെയൊക്കെ അറിയിക്കുന്നുണ്ടോ? അതെ. ഇത് ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ ഏതൊക്കെ അന്താരാഷ്ട്ര വേദികളിൽ, അതിപ്പോ ഐക്യരാഷ്ട്രസഭയിലായിക്കോട്ടെ മറ്റേതെങ്കിലും വേദിയിലായിക്കോട്ടെ, അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയില്ലാത്ത വേദിയിലായിക്കോട്ടെ, അവിടെ എല്ലാം പോയി സിന്ധു നദീജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായി റദ്ദാക്കിയത് കൊണ്ടുള്ള ദുരന്ത ഫലങ്ങളെ കുറിച്ച് കഥാപ്രസംഗങ്ങൾ നിരവധി നടത്തുന്നുണ്ട്. പക്ഷേ
അത് നിസ്സാരമായി പരിഹരിക്കാവുന്ന കേസിന് എന്ത് നടപടി എടുത്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉത്തരം മൗനമാണ്. അപ്പോഴാണ് വീണ്ടും ഏറ്റവും ഫ്രഷായിട്ട് വന്ന യുദ്ധാഹ്വാനമാണ് ഇപ്പോൾ. അതിനെ ഏതായാലും പുച്ഛിച്ച് തള്ളുക എന്നല്ല, കൃത്യശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മറുപടി കൊണ്ട് തൃപ്തി അല്ലെങ്കിൽ ബ്രഹ്മോസ് റെഡിയാണ്.